ശിവ, വിഷ്ണുവേട്ടൻ വെച്ചിരുന്ന ഇൻഹേലർ അത് അവിടെ തന്നെയാണെന്ന് എങ്ങനെയാ ശിവന് മനസ്സിലായത്? പറയാൻ ഇതെങ്ങനെയാ അറിഞ്ഞതെന്ന്? ശിവ, ആ ഇൻഹേലർ അവിടെ ഉണ്ടെന്ന് ശിവൻ എങ്ങനെ അറിഞ്ഞുവെന്ന്? അത് മനസ്സിലാക്കാൻ കളക്ഷറുടെ ബുദ്ധിയൊന്നും വേണ്ട, സാധാരണ കോമൺ സെൻസ് മതി. വീട് പൂട്ടിപ്പോകുന്ന നേരത്ത് നമ്മൾ എവിടെയാ താക്കോല് സൂക്ഷിച്ചു വെക്കാറുള്ളത്? ഒന്നുകിൽ ചവിട്ടിക്കടിയില്, അല്ലെങ്കിൽ ചെടിച്ചട്ടിക്കുള്ളില്. ഇത്രയും ആവശ്യമുള്ള മരുന്ന് എന്തായാലും വിഷ്ണുവിന് പെട്ടെന്ന് കാണാവുന്നതും എടുക്കാൻ എളുപ്പമുള്ളതുമായ സ്ഥലം ബെഡ്റൂമിലെ അലമാര തന്നെ ആയിരിക്കും. കുട്ടികൾ മരുന്നെടുത്ത് കളയാതിരിക്കാൻ തീർച്ചയായും അതിന്റെ സ്ഥാനം അലമാരയ്ക്ക് മുകളിലുമായിരിക്കും. ഇത്ര മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അയ്യോ, ദാ സർട്ടിഫിക്കറ്റ്. ബഹളത്തിനിടയിൽ ഞാനതങ്ങ് വിട്ടുപോയി. അച്ഛാ, ദാ വരുന്നു. അച്ഛൻ വിളിക്കുന്നു. എന്നാലും എനിക്കെങ്ങനെയാ ആ ഇൻഹേലർ അവിടെയുണ്ടെന്ന് മനസ്സിലായത്? ശാലിനിയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സത്യം അതല്ലല്ലോ. എൻ്റെ ഓർമ്മയിലേക്ക് ആ മരുന്നിരുന്ന സ്ഥലം ആരോ പറഞ്ഞു തന്നതല്ലേ? ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ കൃത്യമായിട്ട് ആ മരുന്ന് കണ്ടെത്തുന്നത്? ആ ആ നിന്റെ ചെവിക്കാത്ത എന്താടി ഈ ഒരുക്കി വെച്ചേക്കാണോ? ആ കുഞ്ഞു കിടന്ന് കരയുന്നു, നീ കേൾക്കുന്നില്ലേ? കേട്ടിട്ട് എന്തിനാ? കുഞ്ഞുങ്ങളാവുമ്പോ കരയും, അതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ. അല്ല, നീ ഒരു പെണ്ണ് തന്നെയാണോടി? ഏത് പെണ്ണും കുഞ്ഞുങ്ങൾ കരഞ്ഞാല് അത് സ്വന്തം കുഞ്ഞാവണമെന്നൊന്നുമില്ല, ഒരു സങ്കടമൊക്കെ ഉണ്ടാവും. എന്നാലേ എനിക്കങ്ങനെ ഒരു സങ്കടവും വരുന്നില്ല. പിന്നെ ഇതിന്റെ പേരിൽ എന്റെ മനസ്സ് കരിങ്കല്ലാണെന്ന് പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. എടി, നിന്നോടാ കുഞ്ഞിനെ എടുക്കാനാ പറഞ്ഞത്. മനസ്സില്ല. ഇതിനു മുൻപേ ഞാനും ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തിയായിരുന്നല്ലോ. വളർത്തി വലുതാക്കിയപ്പോ എല്ലാരും കൂടി അവളെ എന്നിൽ നിന്നങ്ങ് അകറ്റി. എനിക്കിനി ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ട, വളർത്തും വേണ്ട, എനിക്ക് മതിയായി. നീ കാണിക്കുന്നതിനൊക്കെ ഈശ്വരന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. ഓ, അത് ഞാൻ പറഞ്ഞോളാം. നന്നാവില്ലടി, ഒരു കാലത്തും നീ നന്നാവില്ല.